ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാൻ എല്ലാ വ്യായാമങ്ങളും ഒരുപോലെ അല്ല സഹായിക്കുന്നത്. ചില വ്യായാമങ്ങൾ മാത്രമേ നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുകയുള്ളൂ. അതുകൊണ്ട് ഏതെല്ലാം വ്യായാമങ്ങളാണ് ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നത് എന്ന് മനസ്സിലാക്കി അതനുസരിച്ച് വ്യായാമം ചെയ്യുകയാണ് വേണ്ടത്. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുക എന്നത് ഇന്ന് കാലഘട്ടത്തിന്റെ ഒരു ആവശ്യമായി മാറിയിരിക്കുകയാണ്. കാരണം ഇന്ന് ധാരാളം ആൾക്കാർ ഹൃദയാഘാതം മൂലം മരിക്കുന്നുണ്ട്. ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ മരിക്കുന്നത് ഹൃദയാഘാതം മൂലമാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ തന്നെ ഏതാണ്ട് 30% മരണനിരക്ക് ഹൃദയാഘാതം കൊണ്ടാണ് എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ഹൃദയാഘാതത്തെ നമുക്ക് പ്രിവെന്റ് ചെയ്യണമെങ്കിൽ ഹൃദയ ആരോഗ്യം നമ്മൾ മെച്ചപ്പെടുത്തണം. ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഘടകം വ്യായാമം ചെയ്യുക എന്നുള്ളതാണ്. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ എല്ലാ വ്യായാമങ്ങളും ഒരുപോലെ അല്ല ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നത്. ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുന്നത് പ്രധാനമായിട്ടും എയറോബിക് വ്യായാമങ്ങളാണ്. എയറോബിക് വ്യായാമങ്ങളുടെ ഉദാഹരണങ്ങൾ എത്ര വേണമെങ്കിലും ഉണ്ട്. വേഗതയിലുള്ള ഓട്ടം, പിന്നെ സൈക്ലിങ്, ജോഗിങ്, ഇവയൊക്കെ എയറോബിക് വ്യായാമങ്ങളാണ്. ഈ എയറോബിക് വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയം കൂടുതൽ ശക്തിയായി മിടിക്കേണ്ടിയിരിക്കുന്നു, കൂടുതൽ വേഗതയിൽ മിടിക്കേണ്ടിയിരിക്കുന്നു. ഇത് രണ്ടും ഹൃദയ പേശികളുടെ ആരോഗ്യം വർദ്ധിപ്പിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ നമ്മൾ സാധാരണ വേഗതയിലൂടെ നടപ്പ് ഇന്ന് മിക്കവരും ചെയ്യുന്നുണ്ട്. അത് നല്ലൊരു എയറോബിക് എക്സർസൈസ് ആണ്. ഓടുന്നത് എയറോബിക് എക്സർസൈസ് ആണ്. പല യങ്സ്റ്റേഴ്സും ഇന്ന് ധാരാളമായിട്ട് ഓടുന്നുണ്ട്. ഏറ്റവും നല്ല എയറോബിക് വ്യായാമമാണ് നീന്തല്. നമുക്ക് നീന്താൻ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ നീന്തുക തന്നെ ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. മറ്റു പല അസുഖങ്ങളുള്ളവർക്കും നീന്തൽ ഏറ്റവും നല്ല വ്യായാമമാണ്. ഉദാഹരണമായിട്ട് മുട്ടിന് വേദനയുള്ളവർക്കൊക്കെ നീന്തൽ വളരെ യോജിച്ച ഒരു വ്യായാമ ക്രമമാണ്. അതുപോലെ തന്നെയാണ് എയറോബിക് ഡാൻസ്. സ്ത്രീകളെ സംബന്ധിച്ച് ഡാൻസ് അറിയാവുന്ന ആൾക്കാർക്ക് എയറോബിക് ഡാൻസ് നല്ലൊരു വ്യായാമമാണ്. നമ്മൾ സ്റ്റെയർ ക്ലൈംബിങ്, അതായത് നമ്മൾ കോവണി പടികൾ കയറുന്നത് നല്ലൊരു എയറോബിക് വ്യായാമമാണ്. അതുപോലെ തന്നെ സ്കിപ്പിങ് ഒരു എയറോബിക് വ്യായാമമാണ്. അങ്ങനെ നിരവധി എയറോബിക് വ്യായാമങ്ങളുണ്ട്. ഇവയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയപേശികൾ കൂടുതൽ ആരോഗ്യമുള്ളത് ആകുന്നു എന്ന് സൂചിപ്പിച്ചു. ഇതുകൂടാതെ മറ്റു ചില വ്യായാമ രീതികളിൽ കൂടി നമ്മൾ പരിശീലിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയാരോഗ്യം മെച്ചപ്പെടുത്തുവാൻ വളരെയധികം സഹായിക്കും. അതിലൊന്നാണ് ഇന്റർവെൽ ട്രെയിനിങ്. ജാപ്പാനീസ് ഇന്റർവെൽ ട്രെയിനിങ് എന്ന് പറയുന്നതാണ് കൂടുതൽ ഉചിതം. അതിനെപ്പറ്റി ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അത് കാണുക. ഇന്റർവെൽ ട്രെയിനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ഇന്റൻസിറ്റി ഉള്ള വ്യായാമവും മിഡിൽ ഇന്റൻസിറ്റി ഉള്ള വ്യായാമവും ഓൾട്ടർനേറ്റ് ചെയ്ത് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ കാർഡിയാക് പേശികൾക്ക് കൂടുതൽ ആരോഗ്യം ലഭിക്കുന്ന ഒരു വ്യായാമമാണത്. അതുപോലെ തന്നെയാണ് നീറ്റ് എന്ന് പറയുന്ന വ്യായാമ പ്രക്രിയ. നീറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മളെ വ്യായാമം അല്ലാതെ ചെയ്യുന്ന ചില പ്രവൃത്തികളാണ്. അതായത് വ്യായാമമോ അധ്വാനം വരുന്ന പ്രവൃത്തികളോ അല്ലാതെ ചെയ്യുന്ന ചെറിയ പല പ്രവൃത്തികളെയും നീറ്റ് എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ വാഹനം കഴുകുക, പൂന്തോട്ട പരിചരണം ചെയ്യുക, അല്ലെങ്കിൽ അല്പദൂരം നടക്കുക, ഇങ്ങനെയൊക്കെ ഉള്ളത് നീറ്റ് പ്രവൃത്തികളാണ്. അപ്പൊ അങ്ങനെയുള്ള വ്യായാമം ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയ പേശികൾക്ക് വ്യായാമം ലഭിക്കുന്നുണ്ട്. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊന്നാണ് ഹിറ്റ് അല്ലെങ്കിൽ HIIT എന്ന വ്യായാമ പ്രക്രിയ. അത് ഹൈ ഇന്റൻസിറ്റി ഇന്റർവെൽ ട്രെയിനിങ് എന്നാണ് അതിന് പറയുന്നത്. അത് ചെയ്യുമ്പോഴും നമ്മുടെ ഹൃദയപേശികൾ കൂടുതൽ ആരോഗ്യമുള്ളതാവും. നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുന്നതിനേക്കാൾ ഇരട്ടി പ്രയോജനം നമ്മുടെ ഹൃദയപേശികൾക്ക് ലഭിക്കുന്ന ഒരു വ്യായാമ പ്രക്രിയയാണ് ഹിറ്റ് എന്ന് പറയുന്നത്. അതായത് അവിടെ നമ്മൾ മീഡിയം ഇന്റൻസിറ്റി വ്യായാമവും ഹൈ ഇന്റൻസിറ്റി വ്യായാമവും ഓൾട്ടർനേറ്റ് ചെയ്ത് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഉദാഹരണമായിട്ട് ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുന്ന ഒരാൾ ആദ്യത്തെ 30 സെക്കൻഡ് നല്ല സ്പീഡിൽ നടക്കുന്നു. അയാൾക്ക് എത്ര സ്പീഡിൽ നടക്കാമോ അത്രയും ഹൈ സ്പീഡിലായിട്ട് നടക്കുന്നു. അത് കഴിഞ്ഞ് ഏതാണ്ട് ഒരു 60 സെക്കൻഡ് സമയത്തേക്ക് അയാളുടെ സ്പീഡ് കുറച്ച് ഒരു ബ്രിസ്ക് വാക്കിംഗ് ചെയ്യുന്നു. അപ്പോൾ ബ്രിസ്ക് വാക്കിങ്ങും അതുപോലെ തന്നെ ഹൈ ഇന്റൻസിറ്റിയിലുള്ള വാക്കിങ്ങും ഓൾട്ടർനേറ്റ് ചെയ്യുന്നതാണ് ഹിറ്റ് എന്ന വ്യായാമ പ്രക്രിയ. അപ്പോൾ നമ്മുടെ ഹൃദയപേശികൾക്ക് അതൊരു മിനി ചലഞ്ച് ഏർപ്പെടുത്തുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഹൃദയപേശികൾ കൂടുതൽ ശക്തിയായിട്ട് മിടിക്കേണ്ടിയിരിക്കുന്നു. അപ്പോൾ അതിന്റെ ആരോഗ്യം കൂടുതൽ മെച്ചപ്പെടുകയും ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ എയറോബിക് എക്സർസൈസിന്റെ കൂടെ നീറ്റ് പ്രവൃത്തികളും അതുപോലെ തന്നെ ഇന്റർവെൽ ട്രെയിനിങ്ങും അതുപോലെ തന്നെ ഹിറ്റ് എന്ന് പറയുന്ന വ്യായാമ പ്രക്രിയയും
ഒക്കെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഹൃദയപേശികൾ കൂടുതൽ ബലവത്താകുന്നത്. നമ്മുടെ ഹൃദയപേശികൾ മാത്രം ബലവത്തായാൽ പോരാ, നമ്മുടെ കൊറോണറി ആർട്ടറികൾ, അതായത് ഹൃദയത്തിന് രക്തം നൽകുന്ന ധമനികളും കൂടുതൽ ആരോഗ്യമുള്ളവയായിരിക്കണം. അങ്ങനെ കൂടുതൽ ആരോഗ്യമുള്ള ധമനികൾ ഉണ്ടെങ്കിലേ അവിടെ നമുക്ക് പ്ലാക്ക് അല്ലെ ബ്ലോക്ക് ഉണ്ടാകാതിരിക്കുകയുള്ളൂ. നമ്മുടെ ആർട്ടറികളുടെ അല്ലെ ധമനികളുടെ ഉള്ളിലെ എൻഡോത്തീലിയം എന്ന ഒരു സൂക്ഷ്മമായ ഒരു ലെയർ കോശങ്ങളുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. എൻഡോത്തീലിയൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നു, അല്ലെങ്കിൽ എൻഡോത്തീലിയത്തിന്റെ ആരോഗ്യം കുറയുന്നു. അങ്ങനെ എൻഡോത്തീലിയത്തിന് ഡാമേജ് വരുന്ന സ്ഥലങ്ങളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി അവിടെ തടസ്സം ഉണ്ടാകുന്നതിനെയാണ് പ്ലാക്ക് അല്ലെ ബ്ലോക്ക് എന്ന് നമ്മൾ പറയാറുള്ളത്. അപ്പോൾ നമ്മുടെ കൊറോണറി ധമനികളുടെ ആരോഗ്യം മെച്ചപ്പെട്ടാലേ ഈ പ്ലാക്ക് അവിടെ ഉണ്ടാകാതിരിക്കുകയുള്ളൂ. അപ്പോൾ അങ്ങനെ കൊറോണറി ധമനികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിലും നമ്മൾ ഈ പറഞ്ഞ വ്യായാമങ്ങൾ വളരെയധികം സഹായിക്കും. അപ്പോൾ ഈ മേൽ പറഞ്ഞ വ്യായാമങ്ങൾ നമ്മൾ എല്ലാ ദിവസവും ചെയ്യുകയാണെങ്കിൽ ഹൃദയപേശികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കും, ഹൃദയ ധമനികളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കും. ഇത് രണ്ടും ഹൃദയ ആരോഗ്യം മെച്ചപ്പെടും. ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുമ്പോൾ നമുക്ക് ഹൃദയാഘാതത്തിൽ നിന്നും സംരക്ഷണവും ലഭിക്കും. അപ്പോൾ ഈ വിലപ്പെട്ട അറിവുകൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.